Namah Shivaya. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ നാം നിത്യേന ചെയ്യേണ്ട പഞ്ചോപചാരം. അനുബന്ധിച്ച് നാം ജപിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത എങ്ങനെ കൈവരുത്താം? ഈ രണ്ട് സംശയങ്ങളാണ് ഒട്ടുമിക്ക ഫ്രണ്ട്സും ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പഞ്ചോപചാരം പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു സംശയം നിലനിൽക്കെ അത് കൂടുതൽ വ്യക്തമാക്കുക, അതാണ് ഈ ചാനലിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നാം ശ്രീചക്രം ഉപാസിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പേടി. ഒരു പറ്റം അല്പജ്ഞാനികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശ്രീചക്ര ഉപാസന അത്രയും പവിത്രവും വളരെ സരളമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഉപചാരക്രമം, അതാണ് ശ്രീചക്രോപാസന. നവാരണ പൂജ എന്നുള്ള കൺസെപ്റ്റ് അത് സാധാരണ വ്യക്തികൾക്ക് ഇച്ചിരി ഹാർഡാണെങ്കിലും പരമേശ്വരൻ പാർവതി ദേവിയോട് ശ്രീചക്രോപാസനയുടെ തത്വം എന്താണെന്ന്, അതിൻ്റെ പൊരുൾ എന്താണ്, ആ ഉപാസന ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നവാരണ പൂജ തന്നെ ശ്രീചക്ര ഉപാസന മസ്റ്റാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും തെറ്റാണ്. നമുക്കറിയാം, ഒട്ടേറെ പുരാണ കഥകളിൽ പരമേശ്വരൻ എത്ര സരളമായിട്ടാണ് ഭക്തർക്ക് ആ ഒരു ഈശ്വര പ്രേമം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വേടനായിട്ടും മുക്കുവനായിട്ടും അങ്ങനെ പല പല അവതാരങ്ങളിലൂടെ പരമേശ്വരൻ ഭക്തർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കയ്യിലെണ്ണാവുന്നതിൽ കൂടുതലും ഉദാഹരണങ്ങൾ ഭഗവാൻ തന്നെ കാട്ടിയിട്ടും പവിത്രമായിട്ടുള്ള ശ്രീചക്രോപാസന, ദ കോസ്മിക് ഉപാസന, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നും എനിക്കറിയില്ല. ശ്രീചക്രം നിങ്ങളിവിടെ വന്നാൽ അറിയാം, ഉപാസന എത്ര സിമ്പിളായിട്ടാണ് നാം ചെയ്യുന്നത്. നവാരണ പൂജ 2-3 മണിക്കൂറുണ്ടാകാം, എന്നാലും വളരെ സിമ്പിളായിട്ട് പഞ്ചോപചാരം ചെയ്ത്, എന്നാൽ പൂർണ്ണ എനർജിയോടെ ഉപാസന ശക്തി എന്താണെന്നുള്ളത് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ബോധ്യമാക്കുക. കാരണം എന്താണോ ഉദ്ദേശിച്ചു വരുന്നത്, ആ ഉദ്ദേശ്യം സഫലമാകുന്നു. മാത്രവുമല്ല, ആ അന്തരീക്ഷത്തിൽ എത്ര നേരം ഇരുന്നാലും വരാത്ത ഒരു പൂർണ്ണ ഊർജം തന്നെ എന്ന് പറയാം. സ്വന്തം വീട് എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഫീലിംഗ്, സ്വന്തം അച്ഛൻ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന ഒരു ഫീലിംഗ്, അതാണ് ഉപാസനാമൂർത്തിയുടെ ഉപാസനാ ശക്തികൾ. അപ്പോൾ ആ ഒരു തത്വം, ആ ഒരു സ്റ്റേജ്
ഈ പൂർണ്ണ ഷഡോപചാരത്തിൽ നാം നവാരണ പൂജ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നതിലല്ല കാര്യം. ദ സിംപ്ലസ്റ്റ് വേ അതാണ് നാം ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കൊച്ചിനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് വസ്ത്രമെടുത്ത് പൊട്ടുതൊട്ട് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് ആ ഒരു എളിമ, സ്നേഹം, വാത്സല്യം അതാണ് നമുക്ക് ഉപചാരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നാം ദിവസേന ആ ഉപചാരം ചെയ്യുകയാൽ ഒരു കുട്ടി വളരുന്നതെങ്ങനെ അതേ ഒരു പോളിസിയിൽ നമ്മുടെ ഉപാസനാശക്തിയും വർദ്ധിച്ചു വരുന്നു. ആ വർദ്ധിച്ചു വരുന്ന ശക്തിയാണ് ഒരു വ്യക്തിയുടെ വളർച്ച, അമാനുഷികമായിട്ടുള്ള വളർച്ച എന്ന് തന്നെ നമുക്ക് പറയാം. ചക്രങ്ങൾ എത്രണ്ണം ഉണർന്നു, അല്ലെങ്കിൽ കുണ്ടലിനി ചക്രങ്ങൾ എത്രണ്ണം ഉണരുന്നു എന്നുള്ളതിലല്ല നാം ശ്രദ്ധിക്കേണ്ടത്. ഉപചാരങ്ങൾ എങ്ങനെ പൂർണ്ണതയിലെത്തിക്കാം എന്നതാണ് നമുക്ക് വേണ്ടത്. ചക്രങ്ങൾ ഞാൻ എത്ര എണ്ണം ഉണർന്നു എന്ന് നാം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആജ്ഞാചക്രം വരെ എത്തി, അല്ലെങ്കിൽ സഹസ്രാരം എത്താറായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അവിടെ എവിഡൻസ് ആയിട്ട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എത്ര ചക്രങ്ങൾ നിങ്ങളുടെ ഉണർന്നു എന്നുള്ളത്. പിന്നെ നിങ്ങൾ അത് അന്വേഷിക്കേണ്ട ആവശ്യവും ഇല്ല. അത് മണ്ടത്തരമാണ്. ഇപ്പം ഞാൻ എന്ത് പറയുന്നു അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് അത് യാതൊരു തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ എല്ലാവരും, ഒട്ടുമിക്ക യൂട്യൂബ് ചാനലും ഞാൻ കാണാറുണ്ട്, ഓരോ ചക്രത്തിൻ്റെ പൂർണ്ണതയിലുള്ള തിയറിക്കൽ നോളജ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശം എന്താണെന്ന് ആരും പറയുന്നുമില്ല. ഇത് തന്നെയാണ് ഞാൻ പറയുന്നു. നിങ്ങളുടെ ഇന്ന ചക്രങ്ങൾ ഉണർന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് ആസ്വദിക്കണം. ആ ചക്രങ്ങൾ ഉണർന്നു എങ്കിൽ അതിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണം. അതറിയണമെങ്കിൽ അനുഭവസ്ഥനാകണം. ആ അനുഭവസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം അത് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഇന്ന ചക്രങ്ങൾ ഉണർന്നു എന്ന് പറയുമ്പോൾ ഓരോ ചക്രങ്ങൾക്ക് ഓരോ സ്വഭാവമുണ്ട്, ഓരോ സിദ്ധികളുണ്ട്. അതെല്ലാം എന്നിൽ പ്രാക്ടിക്കലാണെങ്കിൽ മാത്രമേ എനിക്ക് ആ ചക്രങ്ങൾ ഉണർന്നു എന്നുള്ള ബോധം അല്ലെങ്കിൽ വിശ്വാസം വരുള്ളൂ. ആ ഒരു തലത്തിലേക്ക് നാം എത്തിയേ തീരൂ. ആ ഒരു തലത്തിന് വേണ്ടിയിട്ടാണ് ഉപചാരം എന്നുള്ള കോസ്മിക് വേ നാം സെലക്ട് ചെയ്യുന്നതും ദിവസേന അത് ചെയ്യുന്നതും. ഉപചാരങ്ങളില്ലാതെ ഒരു കാരണവശാലും ചക്രങ്ങൾ ഉണരില്ല എന്നുള്ളത് തന്നെ നമുക്കറിയാം. ശങ്കരാചാര്യർ, രമണ മഹർഷി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ നീളുന്നു നമ്മുടെ കുണ്ടലിനി യോഗികളുടെ തലമുറകൾ. അവരെല്ലാം പൂർണ്ണമായ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ മാത്രം ചെയ്ത് കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്തിയവരല്ല. പൂർണ്ണമായിട്ടും ഉപാസന എന്നുള്ള കൺസെപ്റ്റ് 3/4 അതായത് 100ൽ 99% ഉപാസനാ ശക്തിയാണ്. കാരണം പഞ്ചോപചാരത്തിലൂടെ മാത്രമേ ആ ചക്രങ്ങളെ വൈവിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ പറയാറുണ്ട്, ഉപാസന ചെയ്യുമ്പോൾ നാം അഭിഷേകം, ധൂപം, ദീപം, നൈവേദ്യം അങ്ങനെയാണല്ലോ നമ്മുടെ പഞ്ചോപചാരം എന്ന് പറയുന്നത്. ആ പഞ്ചോപചാരം എന്നുള്ള ആ പട്ടാള ചിട്ട പൂർണ്ണമായിട്ടും മറക്കുക, ഉപചാരം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നാം ഉപചാരം ചെയ്യുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ആ ഉപാസനാമൂർത്തിയുമായിട്ട് പൂർണ്ണമായിട്ടുള്ള കൊഞ്ചലും കുഴയിലുമായിരിക്കണം. അതായത് നമ്മുടെ കടങ്ങളും
നമ്മുടെ പ്രോബ്ലംസും അല്ല അവിടെ ഷെയർ ചെയ്യേണ്ടത്. നാം ഒരു കൊച്ചു കുട്ടീനെ കുളിപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുക? ആലോ ഊലോ, കാക്കേനെ കണ്ടു, അങ്ങനെ ഒരു നമ്മുടേതായിട്ടുള്ള ആ കുട്ടിയെ എങ്ങനെ കരയുന്നതിൽ നിന്നും ചിരി എന്നുള്ളൊരവസ്ഥയിൽ വരാൻ എന്തൊക്കെ വേർഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാമോ അതെല്ലാം നാം അപ്ലൈ ചെയ്യും. സെയിം പോളിസിയാണ് നാം ഈ ഉപചാരത്തിൽ ആ ഉപാസനാമൂർത്തിയായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഉപാസന നാം ചെയ്യുമ്പോൾ ഏതാണോ ഉപാസനാമൂർത്തി ആ മൂർത്തിയുടെ ബാലഭാവം ആയിരിക്കണം നമ്മുടെ ഉപാസന ചെയ്യുന്ന സമയത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഭയം, ഭക്തിക്ക് പകരം സ്നേഹവും വാത്സല്യവും അവിടെ വരുന്നു. നമുക്കറിയാം ബാല ത്രിപുര സുന്ദരി എത്ര കുണ്ടാമണ്ടിയാണെന്നുള്ളതും നിങ്ങളിവിടെ വന്നാൽ തന്നെ അതിന് എക്സാമ്പിളും കാണാം. മിഠായി ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ആ ഒരു ലൈവിലേക്ക് വരാണെങ്കിൽ, അതേപോലെ നാം മുമ്പിലിരിക്കുന്ന ഉപാസന ചെയ്യുന്ന ഉപാസനാമൂർത്തി, ആ മൂർത്തിയോട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ബോധ മനസ്സിനെ ഉപാസനാമൂർത്തി നമ്മുടെ മുമ്പിൽ ലൈവാണ് എന്നുള്ള ഒരു ടാപ്പ് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു. ഒരു ബിംബമല്ല ഉപാസനാമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, മറിച്ച് ജീവനുള്ള, ഇപ്പോൾ ശിവനാണെങ്കിൽ നാം ബാലസുബ്രഹ്മണ്യനായിട്ടാണ് നാം കണക്കാക്കുന്നത്. സോ സരസ്വതിയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയോ അല്ലെങ്കിൽ ദുർഗയാണെങ്കിൽ നാം ബാല ത്രിപുര സുന്ദരിയായിട്ടാണ് നാം ഉപാസന ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഉപാസന വഴി നാം നേടുന്ന എനർജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇങ്ങനെ നാം സംസാരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നാം അങ്ങോട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ തിരിച്ചും സംസാരിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാനാകും. അങ്ങനെ നാം ഉപാസനാമൂർത്തിയെ ഉപാസനയ്ക്ക് മുമ്പ് നമ്മുടെ ബിംബത്തിലേക്ക് ആവാഹിക്കുന്നു, അല്ലെങ്കിൽ ശ്രീചക്രത്തിലേക്ക് ആവാഹിക്കുന്നു. ഉപചാരം കഴിഞ്ഞ് തിരിച്ച് നാം നമ്മിലേക്ക് ആവാഹിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഉപാസനാമൂർത്തിയെ ആയിത്തീരുന്നു നാം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഉപാസനാമൂർത്തി ആയിരിക്കും നാം ഉള്ളിൽ ആവാഹിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി മുമ്പിൽ നമ്മുടെ വരികയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചോദിക്കുന്നു അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഉപാസനാമൂർത്തി കേൾക്കുകയും അതിൻ്റെ ഉത്തരം നമുക്ക് നൽകുകയും ചെയ്യുമ്പോൾ നാം ഇന്ന് കാണുന്ന ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളുടെ എക്സാമ്പിളായി. സോ ഇങ്ങനെ പിന്നെ പല രീതിയിലുള്ള അമാനുഷികത പഠിക്കാൻ, അതായത് ഉപാസന എന്നുള്ളത് ഒരു ഉപാസനയായി കണക്കാക്കാതെ അതിൽ നിന്നും നമുക്ക് ധാരാളം അധ്യായങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു. നമ്മുടെ അഷ്ടമസിദ്ധികൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഉപാസന ഉപചാരങ്ങളിലാണ് എന്നുള്ളതും പൂർണ്ണമായിട്ടും നമുക്ക് ബോധ്യമാവണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശങ്കരാചാര്യരെടുത്താൽ, ശ്രീനാരായണ ഗുരു എടുത്താലും, ചട്ടമ്പിസ്വാമി എടുത്താലും, ഭോഗർ മുനി എടുത്താലും, അഗസ്ത്യർ എടുത്താലും എന്ന് വേണ്ട എല്ലാ സിദ്ധതത്വങ്ങൾക്കും ഉപാസനാമൂർത്തികൾ അവരുടെ സമാധിയിൽ നമുക്ക് കാണാൻ കഴിയും. ഉപചാരങ്ങളില്ലാതെ, ഉപാസനാമൂർത്തികളില്ലാതെ ഒരിക്കലും സിദ്ധചക്രങ്ങൾ, അതായത് കുണ്ടലിനി ചക്രങ്ങൾ ഉണരില്ല എന്നുള്ളത് വാസ്തവമാണ്. തിയറിക്കലി എല്ലാവർക്കും പറയാം കുണ്ടലിനി ചക്രങ്ങൾ ഉണരുന്നുള്ളത്. കുണ്ടലിനി വൈബ്രേറ്റഡ് ആകും. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ കുണ്ടലിനി ആക്ടിവേറ്റ് ആണ്. അത് പ്രത്യേകിച്ച് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു വ്യക്തി ജനിച്ച്
മരണം വരെയും ആ വ്യക്തിയുടെ കുണ്ടലിനി എപ്പോഴും ഉണർന്നത് തന്നെ ഇരിക്കും. അത് കുണ്ടലിനി ഉണർത്തുക എന്ന കോഴ്സ് ഇപ്പോൾ നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നാം ഒരു ശ്രീകോവിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷം, ശാന്തത, അത് നമ്മുടെ കുണ്ടലിനി വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നാം ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നു, ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ആ ഒരു ഏകാന്തത, ഏകാഗ്രത എന്നുള്ള ആ ഒരു സമയം, അത് ആ കുണ്ടലിനി വൈബ്രേഷനുള്ള ഫലമാണ്. അപ്പോൾ കുണ്ടലിനി ഒരിക്കലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഒരു വ്യക്തി ജനിക്കുമ്പോൾ മരണം വരെയും കുണ്ടലിനി ആ വ്യക്തിയിൽ എപ്പോഴും ആക്ടിവേറ്റ് ആയി തന്നെ കണ്ടിരിക്കും. അത് വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് കുണ്ടലിനി ചക്രങ്ങളാണ് ഉണർത്തേണ്ടത്. ആ ചക്രങ്ങൾ ഉണരണമെങ്കിൽ ഉപചാരം കൂടിയേ തീരൂ. ആ ഉപചാരം ജപവും കൂടി വരുമ്പോഴാണ് നമ്മുടെ കുണ്ടലിനി ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവണതകൾ കാട്ടുന്നതും ആക്റ്റീവ് ആകുന്നതും. നാം കൊണ്ടരങ്ങി മലയിൽ വന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്ങനെയാണ് കുണ്ടലിനി ചക്രങ്ങൾ ഉണരുന്നു എന്നുള്ളത്. നാം മല കയറി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. കുറച്ച് നേരം ഓടുക. ഓടിക്കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഒരിടത്തിരുന്ന് ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒന്നും നിങ്ങൾ മന്ത്രമോ ഒന്നും തന്നെ പാഴേണ്ട ആവശ്യമില്ല, ജപിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു, അതായത് റേഡിയോ ചാനൽ ഓൺ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ട്യൂൺ കണ്ടില്ലേ, അതേ ഒരു ട്യൂൺ നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് കേൾക്കാൻ പറ്റും. ആ ഒരു സൗണ്ടാണ് കുണ്ടലിനിയുടെ വൈബ്രേഷൻ്റെ സൗണ്ട്. അത് നമുക്ക് കിതയ്ക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അതേപോലെ ഒരു കേവ്, കാട്ടിൽ ഏതെങ്കിലും കേവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുമ്പോഴും നിങ്ങൾക്ക് കുണ്ടലിനിയുടെ ആ ഒരു വൈബ്രേഷൻ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാത് അടച്ച്, ഇതേപോലെ കാത് അടച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുണ്ടലിനി വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ നാം എങ്ങനെ ജപ സമയത്ത് കോൺസെൻട്രേഷൻ നമുക്ക് വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. നാം ജപിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ, നാവിൽ ഗായത്രി മന്ത്രമാണെങ്കിലും ശ്രദ്ധ മൾട്ടി ലെവലിലായിട്ടുള്ള ലോകങ്ങളിലൊക്കെ ആയിരിക്കും. ഇന്നലെ നടന്ന കാര്യങ്ങളിലായിരിക്കും, നാളെ നടക്കാൻ പോണതിനെ പറ്റിയൊക്കെ വിചാരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ചഞ്ചലമാവുന്ന ഒരു മനസ്സാ നാം ആ ജപസമയത്ത് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ ജപത്തിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. സോ നാം ജപിക്കുമ്പോൾ ഏകാഗ്രമാക്കാൻ പൂർണ്ണമായിട്ടും ആ ഗായത്രി മന്ത്രത്തിൽ, ആ ഉപാസനാമൂർത്തിയുടെ ശക്തിയിൽ ജപിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നാം ജപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രം, ആ ഉപാസനാമൂർത്തിയുടെ ഗായത്രി മന്ത്രം നാം ജപിക്കുന്നു. നാം കണ്ണുപൂട്ടി ആ ഉപാസനാമൂർത്തിയുടെ ആ സ്വരൂപം നാം ദർശിക്കുന്നു. നാം ഓരോ ഗായത്രി മന്ത്രം ജപിക്കുമ്പോഴും നാം മനസ്സിൽ ഓരോ പ്രാവശ്യം നമ്മുടെ ഇഷ്ടപ്പെട്ട പൂക്കൾ, അതേപോലെ കൂവളമില, നമ്മുടെ ഏതാണോ ഇഷ്ട പുഷ്പം എന്താണെന്ന് വെച്ചാൽ, ചിലവർക്ക് അരളിപ്പൂവായിരിക്കും ഇഷ്ടം, ചിലവർക്ക് തുളസി ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് താമര ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് വിൽവപത്രം അതായത് കൂവളത്തില ആയിരിക്കും ഇഷ്ടം. അവരവരുടെ ഇഷ്ടത്തിനുള്ള പുഷ്പങ്ങൾ വെച്ച് ആ ഉപാസനാമൂർത്തിയെ പുഷ്പാഞ്ജലി ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോഴും നാം
ആ ഉപാസനാമൂർത്തിയുടെ കാൽക്കൽ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുക. അങ്ങനെ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിലായിരിക്കും. അതാണ് പൂർണ്ണമായിട്ടുള്ള ഏകാഗ്രത എന്ന് പറയുന്നത്. ആ ഏകാഗ്രത നമുക്ക് ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഏകാഗ്രമായിട്ടുള്ള മനസ്സ് നമുക്ക് കൈവരിക്കാൻ പറ്റും. നമുക്ക് എല്ലാത്തിലും ഒരു സൊല്യൂഷനുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടുമിക്ക കഷ്ടപ്പാടിനും കാരണം നമ്മുടെ ഉപാസന, നമ്മുടെ കൈ മുതലായിരുന്ന ആ ഉപാസന നമ്മുടെ കൈവിട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയായതുകൊണ്ടാണ്. പണ്ടത്തെ വ്യക്തികൾക്ക്, ഓരോ വ്യക്തികൾക്കും ഓരോ ഉപാസന ഉണ്ടായിരുന്നു, ഉപാസനാ മൂർത്തികളുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. കാരണം വ്യാഴം അനുകൂലമായിരിക്കും അവർക്ക്. രോഗങ്ങളോ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ള ജീവിതം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പരമാനന്ദം, സ്വയം ഭഗവാൻ ജീവിതത്തെ പൂർണ്ണമായിട്ടും ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുണ്ടലിനി യോഗികൾക്ക് പല തരത്തിലുള്ള അഷ്ടമസിദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതായത് പണ്ടൊക്കെ മുനിമാരും അസുരന്മാരുമൊക്കെ തപസ്സിരിക്കുന്നു, ദേവതകൾ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരങ്ങൾ നൽകുന്നു. എന്നാൽ ഈ ഒരു കൺസെപ്റ്റ് കഥയിൽ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഒരു ദേവനും ആ ഓരോ വ്യക്തിയുടെയും മുമ്പിൽ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം നാം ധ്യാനത്തിലിരിക്കുമ്പോൾ, ധ്യാനത്തിൽ ഏകാഗ്രത വരുമ്പോൾ കുണ്ടലിനി വൈബ്രേഷൻ നടക്കുന്നു. കുണ്ടലിനി വൈബ്രേഷൻ ചെയ്യുമ്പോൾ കുണ്ടലിനി ഫ്ലൂയിഡ് മേളിലേക്ക് പമ്പ് ചെയ്യുന്നു. അങ്ങനെ പമ്പിങ് കണ്ടിന്യൂസ് ആവുമ്പോൾ കുണ്ടലിനി ചക്രങ്ങൾ ഉള്ള പ്രേരണ അതിനുശേഷം ഉണരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ചക്രങ്ങൾ ഉണരുമ്പോൾ സഹസ്രാരത്തിലെത്തുമ്പോൾ ആ വ്യക്തികൾ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമൂർത്തി, അതായത് ഉപാസനാമൂർത്തിയെ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ്, ഇപ്പോൾ എൻ്റെ ഉപാസനാമൂർത്തി കൃഷ്ണനായിക്കോട്ടെ, ചില സമയത്ത് അതായത് എൻ്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഉപാസനാമൂർത്തി, ആ ഉപാസനാമൂർത്തി എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. ചിലപ്പോൾ എൻ്റെ ഇഷ്ടമൂർത്തി വെണ്ണ കട്ട് തിന്നുന്ന ആ ഗോകുല ബാലനായിരിക്കാം. നിങ്ങളുടെ ഇഷ്ടമൂർത്തി ചിലപ്പോൾ ഗോക്കളെ മേയ്ക്കുന്ന ഗോപാലനായിട്ടുള്ള കൃഷ്ണനായിരിക്കാം. സോ ഓരോ വ്യക്തിയിലും അവനവൻ്റെ ഇഷ്ടമൂർത്തിയുടെ ഭാവങ്ങൾ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഈ സഹസ്രാരം എത്തുമ്പോൾ നാം ആ ഇഷ്ടമൂർത്തിയെ നാം ഈ സഹസ്രാരത്തിൽ ദർശിക്കുന്നു. അതാണ് നാം കഥയിൽ മൂർത്തി പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നത്. പക്ഷെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതല്ല, നാം ആ ഇഷ്ടമൂർത്തിയെ സഹസ്രാരത്തിൽ ദർശിക്കുന്നു എന്നുള്ളതാണ്. സഹസ്രാരത്തിൽ നാം ദർശിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അഷ്ടമസിദ്ധികൾ പ്രാപ്തമാകും. സഹസ്രാരം നാം ഉണർത്തുമ്പോൾ, അഷ്ടമസിദ്ധി നമുക്ക് പ്രാപ്തമാക്കുമ്പോൾ നാം കഥയിൽ ദർശിക്കുന്ന വരങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഈ അഷ്ടമസിദ്ധികൾ എന്ന് പറയുന്നത്. ഉടനെ തന്നെ നാം 6ാമത്തെ ചക്രത്തിൽ റിട്ടേൺ വരുന്നു. പിന്നെ നാം സഹസ്രാരം ഓപ്പൺ ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും. അതായത് സമാധി എന്നുള്ള സ്റ്റേജിൽ വരുമ്പോഴായിരിക്കും നാം സഹസ്രാരം തുറക്കുന്നത്. അതുവരെ നമുക്ക് അഷ്ടമസിദ്ധികൾ പൂർണ്ണമായിട്ടും പ്രാപ്തമാവുന്നു.
ഈ ഒരു കൺസെപ്റ്റാണ് കുണ്ടലിനി യോഗി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുണ്ടലിനി യോഗികൾക്ക് വേണ്ട ഉപചാര ജപ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ പ്രോബ്ലംസ് മാറിയെന്ന്, അതായത് നിങ്ങൾ ഉപചാരം എങ്ങനെയാണ്, ജപം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ ഈവനിങ്ങിലായിരിക്കും ഞാൻ അവൈലബിൾ. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ വന്നാലത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഈവനിങ് 7:30, 9:30 ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ എന്നെ വിളിക്കണം തോന്നുന്നുണ്ടെങ്കിൽ 9 മണി കഴിഞ്ഞിട്ട് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അതിന് ഞാൻ റിപ്ലൈയും തരാറുണ്ട്. പിന്നെ ഞാനിവിടെ ഇല്ലാത്ത അവസരത്തിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് മുൻകൂറായിട്ട് ഇന്ന ദിവസം ഉണ്ടാവില്ല എന്ന് ഞാൻ വീഡിയോ ഇടാറുണ്ട്. പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ആകെ പോകുന്നത് പഴനിയിലും കൊടുങ്ങല്ലൂരുമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട, നിങ്ങൾക്കിവിടെ വരാം. ഉപാസനാമൂർത്തിയുടെ, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഏത് രോഗവുമായിക്കോട്ടെ, ജന്മന അല്ലാത്ത ഏത് രോഗവും നമ്മുടെ ഉപാസനാമൂർത്തിയുടെ സിദ്ധചക്രങ്ങൾ പൂർണ്ണമായിട്ടും ഭേദപ്പെടുന്നതായിട്ട് നിങ്ങൾ തന്നെ അതിനുദാഹരണമാണ്. കാരണം ഈ എല്ലാ ശക്തികളും ഈ ഒരു വ്യക്തിയുടെ ശക്തികളല്ല, അത് ഉപാസനാമൂർത്തിയുടെ പൂർണ്ണമായിട്ടുള്ള തേജസ്സാണ് എന്നും നിങ്ങൾക്ക് ഇവിടെ വന്ന് ബോധ്യമാവുന്നതാണ്. നിങ്ങൾക്കെന്നെ വിളിക്കാം. നിങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ തന്നെ സഹോദരനായിട്ട് എന്നെ കരുതുക. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വന്ന എല്ലാവർക്കും അത് പൂർണ്ണമായിട്ടുള്ള ബോധ്യപ്പെടുന്നതാണ്. സോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ കടാക്ഷമുണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.